കേരള പൌൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സമരമുഖത്തേക്ക്. കേരളത്തിലെ കോഴി വളർത്തൽ മേഖല വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമര രൂപരേഖ വിശദീകരിക്കുന്നതിനായി മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ കോഴി കർഷകർ പങ്കെടുത്ത യോഗം പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ ടി ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. കോഴി വളർത്തൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തണമെന്നും മറ്റു കർഷകർക്ക് ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശത്ത് ജോലി ചെയ്ത് വലിയ വരുമാനമില്ലാതെ മടങ്ങിവന്ന പ്രവാസികളും വനിതകളും വിധവകളും സ്വന്തമായി മറ്റു ജോലികളിൽ ഏർപ്പെടാൻ കഴിയാത്ത ആളുകളുമാണ് കൂടുതലായും കോഴി വളർത്തൽ മേഖലയിലുള്ളത്. ഈ മേഖലയിൽ 3 ലക്ഷത്തോളം കർഷകരുണ്ട്. കോഴി വളർത്തുന്ന താൽക്കാലിക ഷെഡുകൾക്ക് വലിയ തോതിലുള്ള ആഡംബര നികുതിയും അതുപോലെ ലേബർ സൈഡ് നികുതിയും ചുമത്തിക്കൊണ്ട് ഗവൺമെന്റ് കർഷകർക്കെതിരെ വലിയ നോട്ടീസുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഫാം അളന്ന് തിട്ടപ്പെടുത്തി വലിയ നികുതിയാണ് ഇപ്പോൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഹുസൈൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ അലി വറ്റലൂർ, സംസ്ഥാന ട്രഷറർ സെയ്ദ് മണലായ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹംസ പാലത്തിങ്ങൽ, സെക്രട്ടറി സബീർ പുളിങ്കാവ്, ട്രഷറർ ഹംസ പന്തലൂർ, അബ്ദുൽ ഖാദർ വണ്ടൂർ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നാലകത്ത് മുഹമ്മദ്, സെക്രട്ടറി സമീർ അലനല്ലൂർ, ലത്തീഫ് മണ്ണാർമല, ടി കെ നജീബ് എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ് പെരിന്തൽമണ്ണ.